സാറേ കടങ്ങൾ കണ്ടമാനുണ്ട്. വീട് പണിയണമെന്നുണ്ട്, മകളെ കല്യാണം കഴിക്കണമെന്നുണ്ട്, പ്രവാസിയാണ്, നല്ല വരുമാനമുണ്ട്, മാസം 50,000 വരെ കിട്ടിയിട്ട് പോലും എൻ്റെ കടങ്ങൾ വീടുന്നില്ല, എൻ്റെ വീട് പണി നടക്കുന്നില്ല, ഇതൊന്നും നടക്കുന്നില്ല അറിയണം. അവിടെ എന്താ നമ്മൾ കൃത്യമായി ചോദിച്ചു നോക്കും ഞാൻ, നിങ്ങൾക്ക് എത്ര റുപ്യ കടമുണ്ട്? അപ്പോൾ ആ കടം പോലും എത്ര എന്നുള്ള അവർക്കറിയില്ല. അതാണ് ആ കടമുള്ളത് എത്ര എന്ന് അറിഞ്ഞാലല്ലേ അതിന് എത്ര രൂപ ഉണ്ടാക്കണം എന്നൊരു പ്ലാന് വരുള്ളൂ. തിരിച്ച് വീണ്ടും ചോദിക്കും, നിങ്ങൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കേണ്ടത് എത്ര രൂപയുടെ വീടങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്? അറിയില്ല. ഇവിടെ വീട് എന്നുള്ളതിലുപരി അവര് ചിലവര് പ്രവാസിയാണെങ്കിലും നാട്ടില് മണിമാളികകൾ കിട്ടുന്ന കാണാം. അത് കിട്ടണ എങ്ങനെ അറിയോ? ഒക്കെ ലോണുമലും പതിമലാണ്. അതെ അതെ, അത് കൃത്യമായി അവർ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പേ അവർക്ക് ഈ വീടുണ്ടാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. സാലറി 50,000 കിട്ടിയാൽ പോലും അവർക്കത് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. അവർ ഇത്ര രൂപയുടെ വീടുണ്ടാക്കണമെന്നൊരു പ്ലാനുള്ള ഒരാൾക്ക് ആ വീടിന് വേണ്ടിയിട്ട് എത്ര കാലം എടുക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. മാസം 50,000 കിട്ടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, മാസം എത്ര രൂപ കിട്ടുന്നുണ്ട്, അതിൽ ഇത്ര രൂപ ഞാൻ മാറ്റി വെച്ചാൽ എൻ്റെ വീട് ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കാം എന്നൊരു ധാരണ കിട്ടും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. യെസ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനപ്പുറം കൃത്യമായ ഒരു ടൈം സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരത് നേടിയെടുക്കും. അത് കടമാവട്ടെ, സ്വപ്നങ്ങളാവട്ടെ, അതല്ലെങ്കിൽ എന്ത് വിഷയമാകട്ടെ, കൃത്യമാവണം നമ്മുടെ ധാരണകളും നമ്മുടെ ചിന്തകളും. അത് വ്യക്തത അല്ല എങ്കിൽ നമ്മൾ വെറുതെ എന്തിനു വേണ്ടി പണിയെടുക്കുന്ന രൂപം. വ്യക്തതയാണ് ഏതൊരു കാര്യത്തിലും അനിവാര്യമായിട്ട് വേണ്ടത്. ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ഡ്രീമുള്ളൊരു വ്യക്തി ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എന്താ പറയാനുള്ളത്? ചെറുപ്പക്കാർ, ഈ യുവാക്കളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്,